രണ്ടിൻ്റെ രണ്ടാമത്തെ പാർട്ട് M2 എന്ന് പറയുന്ന സാധനം M201 current through a pure resistor. റെസിസ്റ്റൻസ് എല്ലാം ഇതാണ് നമ്മളെ ഫിഗർ. അപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്ലൈ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് V ഈക്വൽ ടു സ്മോൾ v ഈക്വൽ ടു Vm സൈൻ ഒമേഗ ടി. R എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, PR എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ്, I എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് കണ്ടുപിടിക്കാൻ Vm സൈൻ ഒമേഗ ടി ബൈ R ചെയ്താൽ മതി. അപ്പം മാക്സിമം വാല്യൂ ആണ് Vm ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞത്. സോ I എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറ്റാം? Im സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. അപ്പോൾ V ഈക്വൽ ടു Vm സൈൻ ഒമേഗ ടിയും I ഈക്വൽ ടു Im സൈൻ ഒമേഗ ടിയും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് വിത്ത് ഈച്ച് അതർ. നമുക്കത് ഫിഗർ വഴി കാണിക്കുകയും ചെയ്യാം. കാണുന്നുണ്ടല്ലോ, വോൾട്ടേജും കറണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് മാത്രമേ കുറയുന്നുള്ളൂ. എക്സ് ആക്സിസിൽ ടി ആണ്, വൈ ആക്സിസിൽ വിയും ഉണ്ട് ഐയും ഉണ്ട്, വോൾട്ടേജും ഉണ്ട് ഐയും ഉണ്ട്. ഇതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ രണ്ടും ഒരേ ലൈനിൽ തന്നെയാണ് വരയ്ക്കേണ്ടത്. ഒരേ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒറ്റ ലൈൻ വരച്ചുകൊണ്ട് ഒറ്റ ലൈൻ ഐ എന്ന് പറയുന്ന ഒറ്റ ലൈൻ വരയ്ക്കുക. അതിൽ തന്നെ VR എന്ന് പറയുന്ന സാധനം മാർക്ക് ചെയ്യുകയാണ് വേണ്ടത്. Thank you for watching this video.